അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളൊരു വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. പാലക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്യണൊരു വീഡിയോ ഒന്ന് കണ്ടോളി. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു വീഡിയോ? ഒരു 80 കിലോ പാലക്ക് ഉണ്ട് കേട്ടോ. പാലക്ക് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് കട്ട് ചെയ്യണ ഒരു സ്റ്റൈലുണ്ട്, ഒരു മെഷീൻ ഉണ്ട്. ഒരു മെഷീനിലാണ് കട്ട് ചെയ്യണത്. ആലു പാലക്കിനില്ല പാലക്കാണ്. ആലു പാലക്ക് പറഞ്ഞാൽ നമ്മളെ നോർത്ത് ഇന്ത്യൻസിനൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു ഫുഡാണ് ആലു പാലക്ക്. നമ്മളെ ആൾക്കാരൊന്നും അധികം ഇഷ്ടപ്പെടില്ല, പക്ഷെ നല്ല സാധനമാണ്. പാലക്കും ആലും പാടായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത് ഇവിടെ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ പാടെ ഇങ്ങനെ മൊത്തത്തിൽ കൈകൊണ്ട് കട്ട് ചെയ്യണമെങ്കിലേ കുറച്ച് സമയം വേണ്ടി വരില്ലേ. അപ്പോൾ അതിനുള്ളൊരു പണിയാണ്. ശരിക്കും നല്ല വലിയ ചെമ്പിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ടിട്ട് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതേമാതിരി ജാലിയിലിടും. ജാലിയിലാണ്ട് ഇട്ട് വെച്ചിട്ട് പിന്നെ അതേമാതിരി ഒരു ചെമ്പാണ് വെച്ചിട്ട് ആ ചെമ്പിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ആദ്യം അതിനകത്തിട്ട് ബോയിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ലോണം ബോയിൽ ചെയ്തുകൊണ്ട് എടുക്കും. ഇങ്ങോട്ടാണ് പിന്നെ അതിൻ്റെ കട്ടിങ്. അതിനുള്ളൊരു മെഷീൻ ഉണ്ട്. ഒരു 5 മിനിറ്റ് മതി ഈ സാധനം കട്ട് ചെയ്തെടുക്കാൻ. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചോളി കേട്ടോ. ലൈക്ക് അടിക്കാൻ ആരും മറക്കല്ലേ. മുത്തുമണികളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചോളി, കമൻറ്റ് ഇട്ടോളി. പുതിയ മുത്തുമണികളൊക്കെ ആണെങ്കിൽ ഒന്ന് ബെൽ ബട്ടനൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചോളി, സബ്സ്ക്രൈബ് ചെയ്തിട്ടേ. അപ്പോൾ ഞാൻ ഇട്ടുന്ന ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് കമൻറ്റ് ഇടുക, തീർച്ചയായിട്ടും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അതിനും വേണ്ടിയിട്ട് അപ്പോൾ അത് ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അടിയിലുള്ളതൊക്കെ ഒന്ന് മേലോട്ടില്ലതൊക്കെ ഒന്ന് അടിയിക്കും ആക്കി കൊടുക്കണം. അങ്ങനെയല്ലേ ഇപ്പോൾ ഇത് ഒരേമാതിരി ലെവലായി കിട്ടുള്ളൂ. അപ്പോൾ എത്രങ്ങാനും ഉണ്ടായിരുന്ന സാധനമാണ് ഒരു ചെമ്പിലിട്ടിട്ട് മൊത്തം അങ്ങ് പുഴുങ്ങിയെടുക്കണം. പക്ഷെ നിങ്ങളൊന്നും വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊന്നും പുഴുങ്ങിയെടുക്കരുത് കേട്ടോ. ശരിക്ക് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതിപ്പം ഇവിടെ ആയതുകൊണ്ട് പിന്നെ അത്രയും ഉള്ളതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഇടാൻ സാധിക്കില്ല. അപ്പോൾ ആലു പാലക്കിന് കുറച്ച് നല്ലോണം നമ്മളെ മെഷീനിലിട്ട് അരക്കണ മാതിരി കട്ട് ചെയ്തെടുക്കുകയാണ്. ശരിക്കും മെഷീനിലിട്ട് അരച്ചെടുത്ത മാതിരി കൊണ്ട് വരും. അപ്പോൾ ആ സാധനമൊക്കെ ബോയിലായിക്കണു, അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം. അത് ഊറ്റിയെടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പോകണം. നല്ല ചൂടായി കയറാം കേട്ടോ. കയ്യുമൊക്കെ കാലുമൊക്കെ ആയി കഴിഞ്ഞാൽ എപ്പോൾ പൊള്ളിയെന്ന് ചോദിച്ചാൽ മതി. നിങ്ങളാരെങ്കിലും കണ്ടിക്കണമെന്ന് അറിയില്ല ഇങ്ങനത്തെ ഒരു വീഡിയോ, ഇങ്ങനത്തെ ഒരു സംഭവം. കണ്ടിട്ടില്ലെങ്കിൽ ഒക്കെ ഒന്ന് കണ്ടോളി. കാണാത്തവർക്ക്, കണ്ടവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. വല്ല കാറ്ററിങ്ങിലൊക്കെ പണിയെടുക്കുന്നവരൊക്കെ ചിലപ്പോൾ കണ്ടുകൂടായില്ല. നാട്ടിലുള്ളവരൊക്കെ കണ്ടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ കാണാത്തവർക്കും വേണ്ടിയിട്ടാട്ടോ ഇത് ഉണ്ടാക്കണ. ആലു പാലൊക്കെ ഉണ്ടാക്കണ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും പോയി കാണേണ്ടവർക്ക് കാണാം. ആലു പാലൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നില്ലതേ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടോളി. കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചോളിയും. വീട്ടിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തോളി. പാലക്ക് നല്ലൊരു സാധനമാണ്. ഇലവർഗ്ഗമല്ലേ. നമ്മളെ മുരിങ്ങ, മത്തൻ്റെ ഇല, ചീര അതിൻ്റെയൊക്കെ ഒപ്പം പിടിച്ച് നിൽക്കാൻ പറ്റിയൊരു സാധനമാണ് പാലക്കും. പാലക്കും കൊണ്ട് കറിയും വെക്കാം, തോരനും വെക്കാം, താളിക്കും ചെയ്യാം, എന്തുവാണെങ്കിലും ചെയ്യാം. നല്ല തോരൻ വെക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്, താളിച്ചാലും നല്ല ടേസ്റ്റാണ്. നമ്മളെ മുരിങ്ങൻ്റെ ഇല താളിക്കുന്ന അതേമാതിരി തന്നെ ഈ പാലക്കിൻ്റെ ഇലയും താളിക്കട്ടോ. നല്ല ചെറുള്ളിയൊക്കെ വെട്ടിയിട്ടിട്ട് മുരിങ്ങൻ്റെ ഇല താളിക്കുന്ന അതേമാതിരി ഇതും താളിക്കാം. അപ്പോൾ അതൊക്കെ ഊറ്റിയെടുത്തൊരു ചെമ്പിലിട്ടിട്ടുണ്ട്. ആ ചെമ്പിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടാണ് പിന്നെ അതിൻ്റെ പരിപാടി. ഒരു മെഷീനുണ്ട്, ആ മെഷീനൊന്ന് കണ്ടുനോക്കി. ഒരു 5 മിനിറ്റും വേണ്ട, 2 കറക്കം കറങ്ങി ആ സാധനം മൊത്തം അരഞ്ഞ മാതിരി വരും. അതാണ് ആ മെഷീൻ്റെ ഒരു പവർ. കണ്ടില്ലേ? ഈ സാധനം കൊണ്ട് തക്കാളിയൊക്കെ പെട്ടെന്ന് ജ്യൂസാക്കി എടുക്കട്ടെ. നമ്മൾ മെഷീനിലിട്ട് തക്കാളി അരക്കണ മാതിരി ഒരു ചെമ്പിലിട്ടിട്ട് കുറച്ച് തക്കാളിയൊക്കെ ഇട്ടിട്ടേ ഒരു ചെമ്പിലിട്ടിട്ട് ഇതാണ് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ
പെട്ടെന്നുണ്ട് പരിപാടി. ഉണ്ടല്ലേ, അത് കാണുന്ന മാതിരിയല്ല, അതിൻ്റെ ഉള്ളിൽ നല്ല കറക്കമുണ്ട്, സൗണ്ടും ഉണ്ട്. ഞാൻ പിന്നെ സൗണ്ട് മ്യൂട്ട് ചെയ്തതാണ്, കാരണം അവിടുത്തെ കിച്ചണിലെ ഫാനിൻ്റെ സൗണ്ടും ഇതിൻ്റെ സൗണ്ടും ഒക്കെപ്പാടെ ആയിക്കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ സൗണ്ട് ഇല്ല എന്നുള്ള ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് വീഡിയോയിൽ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു മൈക്കൊക്കെ വാങ്ങണം. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൈക്കൊക്കെ വാങ്ങാം. വേണ്ട, ആ സാധനം കണ്ട അരഞ്ഞ മാതിരിണ്ട് കിട്ടിയില്ലേ, അരച്ചെടുത്ത മാതിരി ആയിട്ടുണ്ട് കിട്ടി. ഇത്ര പെട്ടെന്ന് ഇപ്പോൾ അത് 80 കിലോ പാലക്കാട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് 80 കിലോ ഉണ്ടെന്ന് പറയോ? ഒരിക്കലും പറയില്ല. ആ സാധനത്തിൻ്റെ ബ്ലേഡിന് ഭയങ്കര മൂർച്ചയാണ്. ബ്ലേഡ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ കളറില്ലേ, നല്ല പച്ച കളറ്. ഇതേമാതിരി ആരെങ്കിലും ആലുപാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ആലുപാലക്കിൻ്റെ വീഡിയോ ഉണ്ട്. ഇതേമാതിരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ കയറി കണ്ടോളി. എന്നിട്ട് അതേമാതിരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ, മക്കൾക്കൊക്കെ കൊടുത്തോളൂ. ആലു എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ് കേട്ടോ, അറിയാത്തവർക്ക്. ഉരുളക്കിഴങ്ങും പാലക്ക് പിന്നെ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ. പാലക്കൊക്കെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇഷ്ടംമാതിരി കിട്ടണല്ലേ. പക്ഷെ നോർത്ത് ഇന്ത്യക്കാരൊരു മെയിൻ സാധനം കേട്ടോ. അവർക്ക് ആലു പാലക്ക് പറഞ്ഞാൽ ആലു മട്ടർ, ആലു പാലക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം ഉണ്ടായി കഴിഞ്ഞാൽ. പഞ്ചാബികളൊക്കെ മെയിനായിട്ട് കഴിക്കും ആലു മട്ടർ, ആലു പാലക്കൊക്കെ. ആലു മട്ടർ പറയണത് ഗ്രീൻ പീസിനാണ് കേട്ടോ. ഗ്രീൻ പീസും പാലക്കും ആലുവും പാടെ വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. അത് നല്ലോണം ഒന്ന് കറക്കി എടുത്തിട്ട് വേണം. പിന്നെ ആലു ഒക്കെ പാടിട്ടിട്ട് മസാല ഉണ്ടാക്കും, അതിൽ മിക്സാക്കലാണ്. ഇത് പിന്നെ സാധനം വെന്തത് അതുകൊണ്ട് പിന്നെ നേരെ ഒഴിച്ചു കൊടുത്താൽ മതി മസാല ഉണ്ടാക്കിയിട്ട്. കണ്ടോ അതിൻ്റെ ബ്ലേഡ് കണ്ടോ? നമ്മളെ മിക്സിയുടെ ജാറിലൊക്കെ ഉണ്ടാകുന്ന അതേമാതിരിയുള്ള ബ്ലേഡ് തന്നെയാണ്. മിക്സിയൊന്നും ഒന്നുമല്ല. സാധനങ്ങൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞത്. അതിൻ്റെ ബ്ലേഡിന് ഭയങ്കര മൂർച്ച, നല്ല കറക്കവും നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ. ഗണ്ണുമാതിരി ഒരു സാധനം അല്ലേ. ഇപ്പോൾ കാണാത്തവർക്കൊക്കെ ഇപ്പോൾ അതിൻ്റെ വീഡിയോ അപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടില്ല. ചില കാണാത്തവർക്കൊക്കെ ഇപ്പോൾ ഒരു അത്ഭുതമായിക്കോളുമല്ലോ, ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. കണ്ടവർക്കൊക്കെ പിന്നെ ഒരു വിഷയമല്ല, കാണാത്തവർക്കും വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടതാണ്. വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളൂ. ആരും മറക്കരുത്, ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതിട്ടില്ല. വീഡിയോ കാണുന്നവർ നിങ്ങളെ മുത്തുവാണികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ലൈക്കും കമൻറ്റും അടിച്ചിട്ട് പോണേ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നുണ്ട്. അതുവരെ എല്ലാവരോടും ബൈ ബൈ, ഗുഡ് ബൈ.